ലിഫ്റ്റ് മുതൽ എസ്കലേറ്റർ വരെ, കറങ്ങുന്ന കസേര മുതൽ LED വാൾ വരെ, അങ്ങനെ വമ്പൻ സെറ്റപ്പിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൻ്റെ ആകാശപാത മനസ്സിൽ കണ്ടത്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഇവിടുത്തെ കമ്പികൾ തുരുമ്പിച്ചതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. 2016 ഫെബ്രുവരിയിലാണ് ആകാശപാതയുടെ നിർമ്മാണം തുടങ്ങുന്നത്. പണി തുടങ്ങി 3 മാസത്തിനുള്ളിൽ LDF സർക്കാർ അധികാരത്തിലെത്തി. പദ്ധതിയുടെ നിർമ്മാണം അതോടെ നിലച്ചു. 10 വർഷത്തിനിപ്പുറം UDFന്റെ ഭരണമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയുടെ സ്പീക്കറാണ്. ആകാശപാതയുടെ ഭാവി എന്താകും? ഇപ്പോൾ 10 കൊല്ലമായിട്ട് അത് നിന്ന് ആളുകൾ കണ്ടിങ്ങനെ വിഷമിച്ചും മടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ഫേസ് കൂടി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഒരു പുതുമയുണ്ടാകണം. ആ പുതുമയ്ക്ക് വേണ്ടി അത് ഏതെല്ലാം രൂപത്തിൽ വേണമെന്നുള്ളതാണ് ഈ ആലോചന നടക്കുന്നത്. അതേസമയം ആകാശപാത പൊളിച്ചു നീക്കണമെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഒരു വശത്ത് ഇപ്പോഴുമുണ്ട്. കാലം മാറിയതോടെ കമ്പികൾ തുരുമ്പെടുത്തു. പ്രാവിന്റെയും കുരുവിയുടെയും കൂടായി ആകാശപാത മാറി. എന്തായാലും നഗരഹൃദയത്തിലെ പടവലപ്പന്തലിനെ കുറിച്ച് നാട്ടുകാർക്കും ചിലത് പ്രതീക്ഷയോടെ പറയാനുണ്ട്. ആകാശപാത ഉണ്ടാകും. തിരുവഞ്ചൂരിലേക്ക് ഓക്കെ നടക്കും. 90% നടപ്പിലാകണം. നാടകം ആപ്പ് പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. പുള്ളി അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ വന്ന ഗവൺമെൻറ് അത് നടത്തിയില്ല. ഇപ്പോൾ പുള്ളി വീണ്ടും വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും വന്നിരിക്കും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സതീശൻ സാറിൻ്റെ ബഡ്ജറ്റിൽ ഇത് വന്നിരിക്കും. ഇത് തിരുവഞ്ചൂർ സാറിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വപ്നമായിട്ട് ഞങ്ങളിതിനെ കരുതുക. ഉറപ്പായിട്ടും പ്രഥമ പരിഗണന ഇതിന് തന്നെയായിരിക്കും. 10 കൊല്ലമായി നഷ്ടപ്പെട്ട ഒരു സ്വപ്നം അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അത് നടക്കും. 10 വർഷങ്ങൾക്കിപ്പുറം കോട്ടയത്തെ PT ചാക്കോയുടെ പ്രതിമയ്ക്കും കോട്ടയംകാരും കാത്തിരിപ്പിലാണ്. പടവലപ്പന്തലിന് ശാപമോക്ഷമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. ജോബിൻ തേക്കടിക്കും, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.